ഹലോ ഓൾ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഹിസ്റ്ററി സെക്കൻഡിലെ കണ്ടംപററി കൾച്ചേഴ്സ്, ഗ്ലോബലൈസേഷൻ, ടെററിസം, ഫെമിനിസം ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ചക്കെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ എന്താണ് ആഗോളവൽക്കരണം? നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ രൂപപ്പെടുത്തിയ ഒരു പ്രധാന പ്രതിഭാസമാണ് ആഗോളവൽക്കരണം. ഈ ആഗോളവൽക്കരണത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമുണ്ടെങ്കിലും അനുകൂലമായ രാഷ്ട്രീയവും ചരിത്രപരവുമായ സാഹചര്യങ്ങൾ, സാങ്കേതിക പുരോഗതി, സാമ്പത്തിക വളർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുടെ ഫലമാണ് ഇതിൻ്റെ സമകാലിക രൂപം എന്ന് പറയാം. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ ആഗോളവൽക്കരണം അതിൻ്റെ ആധുനിക രൂപം കൈവരിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ആഗോള സഹകരണവും സാമ്പത്തിക സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അന്താരാഷ്ട്ര നാണയനിധിയായ IMF, ലോകബാങ്ക്, ലോക വ്യാപാര സംഘടനയായ WTO എന്നിവയുടെ രൂപീകരണം വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും ആഗോള സാമ്പത്തിക ഏകീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ ലക്ഷ്യമിട്ടു. ഈ സംഭവ വികാസങ്ങളൊക്കെ ആഗോളവൽക്കരണത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. 21-ാം നൂറ്റാണ്ടിലെ ഗതാഗത, വാർത്താവിനിമയ, സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതി ആഗോളവൽക്കരണത്തെ പരിഗണിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. നേരത്തെ സമയവും സ്ഥലവും ആഗോള ഇടപെടലുകൾക്ക് തടസ്സമായിരുന്നുവെങ്കിൽ ഇന്ന് ഇൻ്റർനെറ്റ് ഫലത്തിൽ ആക്കാനുള്ള അവസരം നൽകുന്നു. അടുത്തതായിട്ട് പറയുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ വിവിധ തരങ്ങളാണ്. ആഗോളവൽക്കരണത്തെ ഇനി പറയുന്ന തരങ്ങളാക്കി നമുക്ക് തിരിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം സാമ്പത്തിക ആഗോളവൽക്കരണം. വ്യാപാരം, നിക്ഷേപം, മൂലധനത്തിൻ്റെ ചലനം എന്നിവയിൽ കാണപ്പെടുന്ന വിവിധ ലോക സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന പരസ്പരാശ്രിതത്തെയും പരസ്പര ബന്ധത്തെയും ഇത് സൂചിപ്പിക്കുന്നു. അടുത്തതായിട്ട് രാഷ്ട്രീയ ആഗോളവൽക്കരണം. ഇത് ലോകരാഷ്ട്രീയ വ്യവസ്ഥകളുടെ വർദ്ധിച്ചുവരുന്ന പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നു. പലപ്പോഴും അന്താരാഷ്ട്ര സംഘടനകളും അന്താരാഷ്ട്ര നിയമങ്ങളും ആവിർഭാവവും പ്രവർത്തനവും സുഗമമാക്കുന്നു. അടുത്തതായിട്ട് സാംസ്കാരിക ആഗോളവൽക്കരണം. ഇത് ലോകത്തെമ്പാടുമുള്ള സാംസ്കാരിക സ്വാധീനങ്ങളുടെയും മൂല്യങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും വികാസത്തെ സൂചിപ്പിക്കുന്നു. ആശയങ്ങൾ, കല, സംഗീതം, മറ്റ് സാംസ്കാരിക ആവിഷ്കാരങ്ങൾ എന്നിവയുടെ കൈമാറ്റത്തിനുള്ള പ്ലാറ്റ്ഫോമുകളായി ആഗോള മാധ്യമങ്ങളുടെയും ആശയവിനിമയ ശൃംഖലകളുടെയും വളർച്ച ഇതിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, സാമൂഹിക ആഗോളവൽക്കരണം. ഇത് അന്താരാഷ്ട്ര കുടിയേറ്റത്തിൻ്റെയും സോഷ്യൽ നെറ്റ്വർക്കുകളുടെയും വളർച്ചയാൽ ലോക സമൂഹങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളത് എന്തൊക്കെയാണ് ഈ ആഗോളവൽക്കരണത്തിൻ്റെ ആഘാതങ്ങൾ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഈ ഒരു ആഗോളവൽക്കരണം ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥകളിലും സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന സ്വാധീനം ചെലുത്തുന്നു. അതിൻ്റെ ചില നല്ല ഫലങ്ങൾ നമുക്ക് നോക്കാം. വർദ്ധിച്ച സാമ്പത്തിക വളർച്ചയും വികസനവും. ആഗോളവൽക്കരണം അന്താരാഷ്ട്ര വ്യാപാരത്തിലും ബിസിനസ്സുകളുടെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിനും വർധനവിനൊക്കെ കാരണമാക്കി. ഇത് പല രാജ്യങ്ങളിലും സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ പ്രോത്സാഹനം നൽകി. അടുത്തതായിട്ട് ദാരിദ്ര്യം കുറയ്ക്കൽ. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വികസ്വര രാജ്യങ്ങളെ പങ്കാളികളാക്കാനും നിരവധി ആളുകളുടെ വരുമാനം, ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും അനുവദിക്കുന്നതിലൂടെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് ആഗോളവൽക്കരണം സംഭാവനകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് സാംസ്കാരിക വിനിമയം. ആഗോളവൽക്കരണം ആളുകളെ വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും അഭിനന്ദിക്കാനും അനുവദിക്കുന്നു. ഇതുവഴി വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ കൂടുതൽ ധാരണക്കും സഹിഷ്ണുതകൾക്കുമൊക്കെ സംഭാവന നൽകുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് നേട്ടങ്ങളൊക്കെ ആഗോളവൽക്കരണത്താൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ആഗോളവൽക്കരണം ലോകമെമ്പാടും പ്രതികൂലമായ ചില പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ വരുമാന അസമത്വം. ആഗോളവൽക്കരണം കുറച്ച് പേരുടെ കൈകളിൽ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതിലേക്ക് നയിച്ചു. അടുത്തതായിട്ട് സാംസ്കാരിക ഏകീകൃതവൽക്കരണം. ആഗോളവൽക്കരണം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങളുടെയും വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ തൊഴിൽ നഷ്ടം. ആഗോളവൽക്കരണം പല തൊഴിലവസരങ്ങളും വികസ്വര രാജ്യങ്ങളിലേക്ക് മാറ്റുന്നതിലേക്ക് നയിച്ചു. അവിടെ തൊഴിലാളികൾക്ക് വില കുറവാണ്. അത് വികസിത രാജ്യങ്ങളാൽ തൊഴിൽ നഷ്ടത്തിനും വേതനം കുറയ്ക്കുന്നതിനും കാരണമാവുകയും സാമ്പത്തിക അസമത്വത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാവുകയൊക്കെ ചെയ്തു. അങ്ങനെ സമകാലിക ലോകത്ത് ആഗോളവൽക്കരണത്തിൻ്റെ പ്രാധാന്യം ബഹുവിധമാണ്. അത് സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക, പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. അവയിൽ ഭൂരിഭാഗവും ലോകമെമ്പാടുമുള്ള ആളുകളുടെ ദൈനംദിന ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട്.
ആഗോളവൽക്കരണത്തെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് തീവ്രവാദം. എന്താണ് തീവ്രവാദം? ഒരു ജനസംഖ്യയിൽ ഭയത്തിൻ്റെ പൊതുവായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഒരു നിശ്ചിത രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിനുമായുള്ള അക്രമത്തിൻ്റെ കണക്കുകൂട്ടൽ ഉപയോഗമായി തീവ്രവാദത്തെ നമുക്ക് നിർവചിക്കാം. ദേശീയ മത അജണ്ടകളുള്ള രാഷ്ട്രീയ സംഘടനകൾ, വിപ്ലവ ഗ്രൂപ്പുകൾ, കൂടാതെ സൈന്യം, പോലീസ് തുടങ്ങിയ സർക്കാർ സേനകൾ പോലും ഇത് നടപ്പാക്കിയിട്ടുണ്ട്. ഒരു തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പ്രധാന ലക്ഷ്യം അക്രമവും അപകട ഭീഷണിയും ഉപയോഗിച്ച് അതിൻ്റെ നേരിട്ടുള്ള ഇരകൾ ഉൾപ്പെടെ വിശാലമായ പ്രേക്ഷകരിൽ ഭയം സൃഷ്ടിക്കുക എന്നതാണ്. ഹൈജാക്കിങ്, ബന്ദിയാക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, കൂട്ട വെടിവെപ്പുകൾ, കാർ ബോംബിങ്, ചാവേർ ബോംബിങ് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും മതമൗലികവാദങ്ങൾ അധിഷ്ഠിതമായ ഒരുപാട് തീവ്രവാദ സംഘടനകളൊക്കെ നിലവിൽ വന്നു. സാങ്കേതിക വിദ്യ, ഓട്ടോമാറ്റിക് ആയുധങ്ങൾ, ജൈവ രാസ ആയുധങ്ങൾ, റിമോട്ട് നിയന്ത്രിത സ്ഫോടക വസ്തുക്കൾ, വ്യോമഗതാഗതം എന്നിവയുടെ വളർച്ചയോടെ ഭീകരവാദത്തിൻ്റെ രീതികളിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. അടുത്തതായിട്ട് പറയാനുള്ളത് ഫെമിനിസവും ലിംഗഭേദവും. സമകാലിക സംസ്കാരത്തിലെ ഫെമിനിസം എന്നുള്ളത് ലിംഗാധിഷ്ഠിത അസമത്വങ്ങൾ പരിഹരിക്കാനും സ്ത്രീകളെ ശാക്തീകരിക്കാനും സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാനും ശ്രമിക്കുന്ന ചലനാത്മകവും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ പ്രസ്ഥാനമാണ്. ചരിത്രപരമായി ഫെമിനിസം എന്നത് രാഷ്ട്രീയമോ സാംസ്കാരികമോ സാമ്പത്തികമോ ആയ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് തുല്യ അവകാശം, നിയമപരമായ പരിരക്ഷകളൊക്കെ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രസ്ഥാനത്തെ നിർവചിക്കുന്ന ഒരു പദമാണ്. പ്രധാനമായിട്ടും ഫെമിനിസത്തിൻ്റെ ചരിത്രത്തെ 3 തരംഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഇതിൻ്റെ ആദ്യ തരംഗം എന്നുള്ളത് പ്രധാനമായിട്ടും 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിലൊക്കെ സ്ത്രീകളുടെ വോട്ടവകാശ പ്രസ്ഥാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവിടെ സ്ത്രീകളുടെ വോട്ടവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രാഥമിക ലക്ഷ്യം ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് തുല്യമായ കരാറും സ്വത്തവകാശവും പ്രോത്സാഹിപ്പിക്കുന്നതും വിവാഹിതരായ സ്ത്രീകളുടെ ഉടമസ്ഥത അവരുടെ ഭർത്താവിൻ്റെ എതിർപ്പും വ്യാപകമായിട്ട് ചർച്ച ചെയ്തു. 1960കളിൽ ആരംഭിച്ച രണ്ടാമത്തെ തരംഗം എന്നുള്ളത് ആശയങ്ങളെയും സൂചിപ്പിക്കുന്നു. അതായത് സ്ത്രീ വിമോചന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്ക് നിയമപരവും സാമൂഹികപരവുമായ അവകാശങ്ങൾക്കായുള്ള പ്രചാരണം തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും രണ്ടാം തരംഗ ഫെമിനിസത്തിൻ്റെ പരാജയത്തോടെയുള്ള പ്രതികരണവും ഇതിൽ ഉൾപ്പെടുന്നു. സമകാലിക ഫെമിനിസ്റ്റുകൾ പ്രത്യുൽപാദന അവകാശങ്ങൾ, തുല്യ വേതനം, വിവിധ മേഖലകളിലെ പ്രാതിനിധ്യം, പുരുഷാധിപത്യ ഘടനകളുടെ ശിഥിലീകരണം തുടങ്ങിയ വൈവിധ്യമാന പ്രശ്നങ്ങളൊക്കെ ഉയർത്തുന്നു. വംശം, വർഗം, ലൈംഗികത തുടങ്ങിയ ഘടകങ്ങൾ സ്ത്രീകളുടെ അനുഭവങ്ങളെ ബാധിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഫെമിനിസത്തിനുള്ളിൽ ഇൻ്റർസെക്ഷനാലിറ്റിയുടെ ആവശ്യകതയും പ്രബലമാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബ്രിട്ടീഷ് ഹിസ്റ്ററി സെക്കൻഡിലെ 5ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കണ്ടംപററി കൾച്ചേഴ്സ്, ഗ്ലോബലൈസേഷൻ, ടെററിസം, ഫെമിനിസം ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.